വയനാട് തോൽപ്പെട്ടിയിൽ കുടിലുകൾ പൊളിച്ച ആദിവാസി കുടുംബങ്ങൾ ഒഴിപ്പിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ ഗോത്രവിഭാഗം പ്രതിഷേധിച്ചു. ആദിവാസി കുടുംബങ്ങൾക്ക് പിന്തുണയുമായി കൽപ്പറ്റ MLA ടി സിദ്ദിഖ് സ്ഥലത്തെത്തി. പത്ത് 16 കൊല്ലമായിട്ട് താമസിക്കുന്ന വീട്ടിൽ അവർക്ക് വേറെ ഒരു വീടോ വേറെ താമസിക്കാനുള്ളൊരു സൗകര്യമോ നൽകാതെ ആ വീട്ടിൽ നിന്ന് ഗർഭിണിയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ തെരുവിലേക്ക് വലിച്ചെറിയാൻ. ആ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായ നടപടിയാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന OR കേളുവിൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. ഇത് പഞ്ചായത്തിലാണ്, നിയോജകമണ്ഡലത്തിലാണ്. ഇത് ചെയ്തിരിക്കുന്നത് വയനാടിൻ്റെ ചുമതലയുള്ളതായ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണോ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം? പ്രതിഷേധത്തിന് പിന്നാലെ ഗോത്ര കുടുംബങ്ങളെ വനം വകുപ്പ് ഡോർമെറ്ററിയിലേക്ക് മാറ്റി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഉത്തരവാദികളെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൽ നിന്ന് റിപ്പോർട്ട് തേടിയെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. മിഥില ബാലൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഈ ഡോർമെറ്ററിയിലേക്ക് കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഒരു താൽക്കാലിക പരിഹാരം എന്നതിനപ്പുറം എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്? മിഥില. ഉന്മേഷ, ഇപ്പോൾ നിലവിൽ ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇവരെ വനം വകുപ്പിൻ്റെ തന്നെ ഡോർമെറ്ററിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവർക്കൊരു വീട് വെച്ച് നൽകുന്നതുവരെ ഈ ഡോർമെറ്ററിയിൽ അവർ താമസിക്കും. അവർക്കുള്ള എല്ലാ സംവിധാനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇവിടെ അവർക്ക് നൽകും എന്നാണ് ഇപ്പോൾ ടി സിദ്ദിഖ് MLA വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാവിലെ 7:45 ഈ ഒരു ക്രൂര സംഭവം ഉണ്ടായത്. യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ, ഒരു ബദൽ സംവിധാനമില്ലാതെ ഒരുക്കാതെയാണ് ഈ 3 കുടുംബങ്ങളെ, ആദിവാസി കുടുംബങ്ങളുടെ കുടിൽ അവിടെ നിന്നും പൊളിച്ചു മാറ്റിയത്. അവരുടെ വാക്കുകളാണ് നമ്മൾ ഈ വാർത്തയിൽ കേട്ടത്. ഇന്നലെ രാത്രി ഈ കുടിൽ പൊളിച്ച സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രദേശം എന്നത് കാട്ടാനകൾ വരുന്ന ഒരു പ്രദേശമാണ്. കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ ഒരു പ്രദേശമാണ്. അവിടെ അവർ ആ രാത്രി കഴിഞ്ഞ ആ സമയത്ത് പോലും കാട്ടാനകൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നവർ പറയുന്നു. അത്ര കണ്ട് പേടിയോടെയായിരുന്നു അവിടെ. ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു വലിയൊരു ക്രൂരമായ ഒരു നടപടിയായിരുന്നു വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാണ് വലിയ രീതിയിൽ ഇന്ന് ആദ്യം ഈ കുടുംബങ്ങളാണ് വനംവകുപ്പിൻ്റെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പിന്നാലെ ഈ കുടുംബങ്ങൾക്ക് പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെത്തി, കോൺഗ്രസും BJP പ്രവർത്തകരും എത്തി. തൊട്ടു പിന്നാലെ MLA ടി സിദ്ദിഖ് എത്തുന്നു. അവിടെ കുത്തിയിരിപ്പ് സമരം, ഈ കുടുംബങ്ങളോടും പ്രവർത്തകർക്കുമൊപ്പം കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. വനംവകുപ്പ് മന്ത്രിയെ വിളിക്കുന്നു. വനംവകുപ്പ് മന്ത്രിയെടുത്ത് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഈ ഒരു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി വേണം എന്നാവശ്യപ്പെടുന്നു. തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ ഈ ഒരു പ്രശ്നം പഠിക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ വനം മന്ത്രി ചുമതലപ്പെടുത്തുന്നു. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകും എന്ന ഉറപ്പും വനംവകുപ്പ് മന്ത്രി നൽകുന്നു. പക്ഷേ പിന്നീടും കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. തുടർന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ ഒരു വനംവകുപ്പ് ഓഫീസിനുള്ളിലേക്ക് കയറിയുള്ള ഒരു പ്രതിഷേധത്തിന് വേദിയായത്. അവിടെ ആ ഓഫീസിനുള്ളിൽ അവർ കൊണ്ടുവന്ന, ഈ ആദിവാസി കുടുംബങ്ങൾ കൊണ്ടുവന്ന പുല്ലുപായ ഉൾപ്പെടെ ഇട്ട് സ്ത്രീകൾ അവിടെ ആ ഓഫീസിനുള്ളിൽ ഇരുന്നു. ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് തൽക്കാലത്തേക്ക് ഈ വനംവകുപ്പിൻ്റെ ഡോർമെറ്ററിയിലേക്ക് ആദിവാസി കുടുംബങ്ങളെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഉമേഷ്. ശരി മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അവരെ തൽക്കാലം ഡോർമെറ്ററിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് പുതിയ വീടുണ്ടാകും വരെ അവിടെ താമസിക്കാനുള്ള സൗകര്യം നൽകും എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.